ഹായ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നെന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഫുഡ് ഐറ്റവും കൂടെയാണ്, എന്നാൽ ഒരു കാട്ടുചെടിയുമാണ്. റബ്ബർ വിളക്കകത്താണ് നിൽക്കുന്നത്. റബ്ബർ വിളക്കകത്താണ്. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും പോയി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അച്ഛൻ്റെ അമ്മയും അവരെ അനിയനും ഒക്കെ താമസിക്കുന്ന റബ്ബർ തോട്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലായിട്ട് പാവച്ച് ഈ തിരക്കിടങ്ങുന്ന സാധനം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഈ കാണുന്ന ഐറ്റം. എവിടെ പോണത്? പാവച്ചി കണ്ടില്ല, പാവച്ചി കണ്ടില്ല, ഞാൻ കണ്ടു. ഈ ഐറ്റം ഇത് കണ്ടു, ഇത് കണ്ടു, ഇത് കണ്ടു ഗ്യാസ്. ഇതാണ് ഐറ്റം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു കാട്ടുചെടിയാണ്, ഒരു ഫുഡ് ഐറ്റം. കാട്ടുചീര. അതാണ് ഇത്രയും പൊങ്ങിയൊക്കെ പോവും. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഒന്ന് കേട്ടാലോ. നമ്മുടെ നാട്ടിൽ ഇത് സാധാരണ നമ്മുടെ കേരളത്തിൽ ഇത് കാട്ടുചീര, വേലിച്ചീര അല്ലെങ്കിൽ മലയച്ചീര ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന് വേറെയും മറ്റൊരുപാട് പേരുകളുണ്ട് കേട്ടോ. ചിക്കൂർ മാനീസ് എന്നും പിന്നെ ബ്ലോക്ക് ചീര, അങ്ങനെ അതുപോലെ പാണ്ടി മുരിങ്ങ, മൈസൂർ ചീര എന്നിങ്ങനെയൊക്കെ ഇതിന് പേരുകളുണ്ട്. ഇത് പ്രാദേശികമായി അറിയപ്പെടുന്ന പേരുകളാണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ ഇല സാധാരണ പച്ചക്കറിയായി ഉപയോഗിക്കുന്നു. സവിശേഷതകൾ കൂടുതലുള്ള നമ്മുടെ ഈ ഐറ്റം നമ്മുടെ വേലിയിലൊക്കെ മതിലിൻ്റെ പകരമൊക്കെ ഉപയോഗിക്കുന്ന വേലി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ വേലിയിലൊക്കെ ഓരോന്നായിട്ട് വരി വരിയായി നട്ടുപിടിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ വേലിച്ചീര എന്നും കൂടെ പേര് വന്നിരിക്കുന്നത് കേട്ടോ. ശാഖകളായി വളരുന്ന ചെടിയുടെ തണ്ട് പച്ച നിറത്തിൽ കാണപ്പെടുന്നു കേട്ടോ. ഇലകൾ സന്മുഖമായി ഇലത്തണ്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നു. വെള്ള നിറത്തിൽ നേരിയ ചുവപ്പ് പടർന്ന പൂക്കൾ വൃത്താകൃതിയിൽ 4-5 ഇതളുകൾ വരെയുണ്ടാകാം. കായ്കൾ വെള്ള നിറത്തിലോ വെള്ള കലർന്ന ചുവപ്പോ നിറത്തിലോ ആയിരിക്കും. കായ്കളിൽ 4-5 വിത്തുകൾ വരെയൊക്കെ ഉണ്ടാകും കേട്ടോ. നമ്മുടെ ഈ വേലിച്ചെടി സാധാരണ എല്ലാ മണ്ണിലും കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു സസ്യമാണ് കേട്ടോ. നമ്മളിത് നടുന്നത് കമ്പുകൾ തന്നെയാണ്. സാധാരണ ഒരുപാട് കട്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് മുറ്റിയ കമ്പല്ല, ഒരു ഇളതായിട്ടുള്ള കമ്പുകളാണ് സാധാരണ ഇതിന് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. കാലവർഷം എന്ന് പറഞ്ഞാൽ നമ്മളെ മഴക്കാലത്തൊക്കെയാണ് സാധാരണ അത് നടുന്നത്. ഇളകി കിടക്കുന്ന മണ്ണിൽ നമ്മൾ ഇപ്പോൾ വേലിക്കാണെങ്കിലും വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കുന്ന ആ മണ്ണിൽ നടുകയാണെങ്കിൽ നല്ല രീതിയിൽ പിടിച്ചെടുക്കും കേട്ടോ. ഇതൊന്ന് പൊടിച്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇത് പട്ടു പോകത്തില്ല. ഒരു പരുവത്തിൽ അത് അവിടെ അങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. കുരുടിക്കാൻ ചാൻസ് ഉണ്ട്. പുഴുവൊക്കെ വരികയാണെങ്കിൽ കുരുടിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്കിതിൻ്റെ ഇലച്ചീര നമുക്കിത് കിട്ടുന്നതായിരിക്കും. അത്രയും വളരെ ഗുണമുള്ള ഒരുപാട് സവിശേഷതകളുള്ള ഒരു ചീരയാണ് കേട്ടോ ഇത്. നിരവധി വിറ്റാമിനുകളുടെ കലവറയാണ് കേട്ടോ നമ്മുടെ ഈ വേലിച്ചീര എന്ന് പറയുന്ന ഈ ഐറ്റം. വിറ്റാമിൻ എ, ബി, സി, ഡി, കെ എന്നീ വിറ്റാമിൻസും അതുകൂടാതെ പ്രോട്ടീൻ, പിന്നെ ധാതുക്കൾ എന്നിവയെല്ലാം നമ്മുടെ ഈ ചെടിയിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ തളിരിലകളും ഇളം തണ്ടുകളും തോരൻ, മെഴുക്ക് പുരട്ടി, സൂപ്പ് എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കൃഷിരീതി ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ കമ്പ് നട്ട് മുറിച്ച് തന്നെയാണ് നടുന്നത്. ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. ദഹനത്തിന് നല്ലതാണത്. കണ്ണിൻ്റെയും ത്വക്കിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ഉത്തമമാണ്. കണ്ണിന് കാഴ്ച കുറവുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇത് ഒരു ആയുർവേദ ചെടി തന്നെയാണല്ലേ. അത്രയും വളരെ മനോഹരമായിട്ട് നമുക്ക് ഒരു വളമോ അങ്ങനെയൊന്നും ഓവറായിട്ടൊന്നും ഉപയോഗിക്കാതെ നമുക്ക് സാധാരണ രീതിയിൽ ഒരു കെമിക്കലോ ഒന്നുമില്ലാതെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു ആയുർവേദ ചെടി കൂടെയാണ്. മെഴുക്ക് പുരട്ടി, തോരൻ ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ അടുക്കളയിൽ നമുക്കിത് തയ്യാറാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായിട്ട് നമ്മൾ എന്തായാലും ഒരേറ്റെങ്കിലും തയ്യാറാക്കി കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ തോരൻ നമ്മളങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ചക്കയാണ്. അപ്പോൾ ചക്കയിലുള്ള ചക്കക്കുരു എന്ന് പറയുന്ന ഒരു ഐറ്റമുണ്ട്. നിങ്ങൾ എത്ര പേര് ഇതിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയത്തില്ല. എന്തായാലും ചക്കക്കുരു. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. കുറേ നാളായി ചീരത്തോരൻ വച്ചിട്ട് എന്ന് വിചാരിച്ച് ഞങ്ങളെന്തായാലും ചീരയുടെ വീഡിയോ എടുത്തപ്പോൾ അത് നമ്മളിങ്ങ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് എല്ലാം വൃത്തിയാക്കുന്നുണ്ട്.
ഇന്നലെയാണ് കേട്ടോ ഈ ചീര നമ്മളെ പറിച്ചോണ്ട് വന്നത്. അത് ഞാൻ ചീരയെല്ലാം എടുത്ത് കഴുകി അത് തോർന്നതിന് ശേഷം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ചക്കക്കുരു നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള ഇട്ടും ഇടാതെയും നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം കേട്ടോ. പിന്നെ അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇത്ര നിറഞ്ഞിരിക്കുമെങ്കിലും അതൊന്ന് ചൂടാകുമ്പോൾ തന്നെ വാടി ഒത്തിരിയായിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് എടുക്കുന്നുണ്ട്. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക, ഇത്തിരി ചേർത്താൽ മതി കേട്ടോ. കാരണം ഇത് വാടി പോകും, അതുകൊണ്ട് ഇത്തിരി ചേർത്താൽ മതി. അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് നന്നായി വാടി വന്നതിന് ശേഷം ഞാൻ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചക്കക്കുരു കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരും ചീര തോരനും നല്ലതാണ്. മുരിങ്ങയിലേക്കും ഇതുപോലെ ചക്കക്കുരു ഇട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇതില്ലാതെയും വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ചക്കക്കുരുവും കൂടി ഇട്ട് വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം കേട്ടോ. അതിനുശേഷം എന്താ നമ്മുടെ അരപ്പ് ഞാൻ നന്നായിട്ടൊന്ന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളേ. അരച്ചൊന്നുമില്ല, ഞാൻ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തോരനിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ ഇതറിയാമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ വളരെ കുറവാണ്, നാട്ടുപുറങ്ങളിലൊക്കെ ഇത് കുറഞ്ഞു വരികയാണ്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് കറി വെച്ചൊക്കെ കൊടുക്കണം കേട്ടോ. ഇത് നല്ലതാണ്, കുട്ടികളുടെ ആരോഗ്യത്തിനും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ കൂട്ടുകാരെ, സൈക്കോ സോഷ്യലിന്റെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും പറയും പോലെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്